ഉണ്ടാക്കിയാലോ? ഫസ്റ്റ് നമുക്ക് അയില മീനാണ് കിട്ടിയത്. അത് നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മസാലയൊക്കെ തയ്യാറാക്കണം. ഫസ്റ്റ് നമ്മൾ കുറച്ച് മുളക് പൊടി എടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി വേണം. മുളക് പൊടി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി. അതിനുശേഷം നമ്മളതിലേക്ക് കുറച്ച് പെരുംജീരകപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മതി. സ്വല്പം പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇനി അടുത്ത് ചേർക്കേണ്ടത്. മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മതിയാവും. ഇവയെല്ലാം കൂടെ ഒരു സ്വല്പം വെള്ളമൊഴിച്ച് ഒരു അതൊന്ന് ജസ്റ്റ് ഒരു കുഴമ്പ് രൂപം ആകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് സ്വല്പം വെള്ളം ഒഴിച്ച് അവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് നമ്മളൊരു സ്വല്പം ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അവയെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം എല്ലാ ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. അത് മിക്സ് ആയില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അവയെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് മീൻ എടുത്തതിന് ശേഷം ഈ അരപ്പ് നന്നായിട്ട് അതിലേക്ക് പുരട്ടി കൊടുക്കുക. എല്ലാ ഭാഗത്തും മീനിൻ്റെ എല്ലാ ഉൾഭാഗത്തും ഒക്കെ നന്നായിട്ട് ഈ മസാല എല്ലാ മീനിലേക്കും നമ്മൾ പുരട്ടി. അപ്പം ഏകദേശം എല്ലാം സെറ്റായി. മീനിലെല്ലാം അരപ്പെല്ലാം പിടിച്ച് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കുറഞ്ഞതൊരു 20 മിനിറ്റ് നേരമെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ഗ്യാസ് കത്തിച്ച് അടികട്ടിയുള്ളൊരു തവയെടുത്ത് നമ്മൾ വെക്കുക. തവ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഈ മസാല പുരട്ടി എല്ലാം സെറ്റായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഓരോരോ മീനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ മീനും ഇട്ട് കൊടുത്ത് തീ നന്നായിട്ട് കുറച്ചിടണം. ഈ സമയത്ത് മീൻ ഇട്ട് കഴിയുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഓൾറെഡി നമ്മൾ കറിവേപ്പില ഇട്ടായിരുന്നു. ആ ചൂടായ എണ്ണയിലേക്ക് ഇടുമ്പം ആ കറിവേപ്പിലയുടെ ഫ്ലേവർ നമ്മുടെ മീനിലേക്കൊക്കെ വന്ന് നല്ല സെറ്റ്. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പം തന്നെ അതിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് തിരിച്ചിട്ട് ഓരോ മീനായിട്ട് നമുക്ക് പതുക്കെ തിരിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡും നന്നായിട്ട് മൂക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം 2 സൈഡും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കറിവേപ്പിലയുടെയും മസാലയുടെയും എല്ലാം. ഇപ്പോൾ 2 സൈഡും മൂത്ത് ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.